നമസ്കാരം. RVS Maths Academyയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ S3യുടെ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. S3യിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിയൽ ഇന്റഗ്രൽസ് സോൾവ് ചെയ്യാൻ, അതായത് കോണ്ടൂർ ഇന്റഗ്രേഷൻ യൂസ് ചെയ്ത് റിയൽ ഇന്റഗ്രൽ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തുവാണ്? കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിൽ തീറ്റയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തീറ്റയും കോസ് തീറ്റ, സൈൻ തീറ്റ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇസെറ്റിലെ കോംപ്ലക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് കോഷീസ് റെസിഡ്യൂ തിയറി അപ്ലൈ ചെയ്യാന്നുള്ള പ്രോബ്ലമാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല, 2 പ്രോബ്ലം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വീഡിയോക്കകത്ത്. ബാക്കി പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് 1ന്റെ ബാക്കി പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചേക്കുന്നത് എന്തുവാണ്? റിയൽ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാനാണ്. അത് നമ്മൾ ടൈപ്പ് 1 എന്ന് പഠിച്ചത് എങ്ങനത്തെ തരം ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാനാണ്? ഇൻ്റഗ്രൽ 0 to 2π, ഇൻ്റഗ്രലിനകത്ത് കോസ് തീറ്റയോ സൈൻ തീറ്റയോ വരണം. അപ്പം അതാണ് നമ്മൾ ടൈപ്പ് 1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഇൻ്റഗ്രൽ നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഇസെറ്റ് കോംപ്ലക്സ് പ്ലെയിനിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും പ്ലെയിനിലുള്ള ഒരു ക്വസ്റ്റ്യനായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. നമ്മൾ അതിനെ കോംപ്ലക്സ് പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നിടത്ത് നമുക്ക് 3 ടൈപ്പ് പഠിക്കാനുണ്ട്. ആ 3 ടൈപ്പിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടൈപ്പ് 1 ആണ്. അപ്പോൾ ടൈപ്പ് 1 ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ലിമിറ്റ് 0 to 2πയോ -π to πയോ ആയിരിക്കും. ഇൻ്റഗ്രലിനകത്ത് കോസ് തീറ്റാന്നോ സൈൻ തീറ്റാന്നോ ഒരു ടേം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ കോഷീസ് റെസിഡ്യൂ തിയറി അപ്ലൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, 4th മോഡ്യൂളിനകത്ത് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് 1-2 പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരവായി പറയുന്നത് കോണ്ടൂർ ഇൻ്റഗ്രൽ പഠിപ്പിച്ചു. കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കൊരു കർവ് തന്നിട്ട് ആ എലോങ് ദ കർവ് നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ ഇൻ്റഗ്രൽ, അങ്ങനത്തെ ഇൻ്റഗ്രേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ കോഷീസ് കഴിഞ്ഞ 4th മോഡ്യൂളിനകത്ത് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയാണുള്ളത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എലോങ് ദ കർവാണ്, ആ കർവിനകത്തുണ്ടോ, ആ കർവിൻ്റെ ലിമിറ്റ് അങ്ങനെ കൊടുത്തിട്ടാണ് ആ പ്രോബ്ലം എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലത്തിനെ എല്ലാം നമ്മൾ എന്താ പറയുന്നത് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ കോണ്ടൂർ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ എലോങ് ദ കർവ് നമ്മൾ ലിമിറ്റ് ഫൈൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ എലോങ് ദ കർവ് നോക്കി നമ്മളൊരു ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനാണ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതങ്ങനെ പഠിപ്പിച്ചപ്പോൾ എടുത്ത് പറഞ്ഞില്ല നിങ്ങളെടുത്ത് അത് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ, കാരണം സിലബസിനകത്ത് ആ ഒരു വേർഡ് ഉള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത്. നമ്മൾ ആ പഠിച്ചതെല്ലാം കോണ്ടൂർ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് വരികയാണ്. അപ്പം ഈ ടൈപ്പ് 1ലെ പ്രോബ്ലത്തിന് നമുക്ക് ഇങ്ങനെ ഇസെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? ലെറ്റ് C B mod Z is equal to 1. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഒരു മാർക്ക്. ഇതല്ല, ഇനി ബാക്കിൻ്റെ സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ Z is equal to എന്തുവാണ്? e⁻i തീറ്റയാണ്. ഡി തീറ്റയാണ് നമുക്ക് ഇൻ്റഗ്രലിനകത്തല്ല. ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? dz/iz. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ കോസ് തീറ്റയും കോസ് 2 തീറ്റയുണ്ട്. അപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, കോസ് തീറ്റയ്ക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 × z + 1/z. ഡെൽസി എടുക്കുമ്പോൾ ഇസഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരണേ? 1/2 × ബ്രാക്കറ്റിനകത്ത് z² + 1/z എന്ന് വരും. ക്വസ്റ്റ്യനിൽ കോസ് തീറ്റ മാത്രമല്ല ഉണ്ടായിരുന്നത്, ക്വസ്റ്റ്യനിൽ വേറെ എന്തുകൂടെ ഉണ്ടായിരുന്നു? കോസ് 2 തീറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോസ് 2 തീറ്റയ്ക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? കോസ് 2 തീറ്റ is equal to 1/2 × z + 1/z എന്നുള്ളത് കോസ് 2 തീറ്റ ആയതുകൊണ്ട് z² + 1/z² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × LCM എടുക്കുമ്പോൾ z⁴ + 1/z². ഇനി നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ആ തന്നേക്കുന്ന ഇൻ്റഗ്രലിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ 2 പേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 2π കോസ് 2 തീറ്റ ബൈ 5 + 4 കോസ് തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 1/2 × z⁴ + 1/z² the whole by 5 + 4 × കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/2 × ബ്രാക്കറ്റിനകത്ത് z² + 1 the whole by z. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു ഡി തീറ്റ ഉണ്ടോ? ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? dz/iz. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ LC എടുക്കുകയാണേ. ദിസ് is equal to integral over C z⁴ + 1/2z² the whole by, ഇവിടുത്തെ ഈ 2ഉം 4ഉം കൂടെ പോകുമ്പോൾ ഇവിടെ 2 ആവുന്നുണ്ട്. ഇനി z ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇത് 5z + ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2z² + 2 the whole by z എന്ന് വരും ഇൻറ്റു dz/iz. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ക്യാൻസലായി പോകുമെന്ന് നോക്കാം. ഈ z² ഒരു ഇസഡും ഇവിടെയുള്ളൊരു ഇസഡും ക്യാൻസലായി പോകുന്നുണ്ട് അല്ലേ?
ബാക്കി ഇനി അടുത്ത് എന്താ പറഞ്ഞത്? ദിസ് ഇസ് ഈക്വൽ ടു integral over C. This is equal to integral over C. ഇവിടെ ഈ സ്റ്റെപ്പ് നോക്കിക്കോളേ. z raised to 4 plus 1 by 2z into denominator എന്ന് പറയുന്നത് 5z plus 2z square plus 2 by 1 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ into 1 by 2z square plus 5z plus 2 into dz by iz. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ ഇസെഡ് സ്ക്വയറിൽ ഒരു ഇസെഡും ഇവിടുത്തെ ഒരു ഇസെഡും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇവിടെ 2z ഉണ്ട്. അപ്പോൾ അതാണ് ഇസെഡ് റൈസ് ടു 4 പ്ലസ് 1 ബൈ 2z എന്ന് എഴുതിയത്. ഇനി ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷനെ തിരിച്ച് എഴുതുമ്പോൾ 1 ബൈ റെസിപ്രോക്കലാണ് 1 ബൈ 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2. ഓൾറെഡി ഡി തീറ്റ ഞാൻ dz ബൈ iz എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ dz ബൈ iz ഇവിടെ ഉള്ളത്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു ഐ കോൺസ്റ്റൻ്റ് ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ്. അതായത് 1 ബൈ 2i കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓവർ സി z raised to 4 plus 1 by z into z square into bracket നകത്ത് 2z square plus 5z plus 2 into dz. ഓക്കെ, ഇത് എന്തുവാ ഇസെഡിൻ്റെ ടേമിലുള്ള ഇൻ്റഗ്രലായി മാറി. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ 1 by 2i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡി ഇസെഡ് എന്ന് വിളിക്കുകയാണ്. അയാളെ ഞാൻ ഇക്വേഷൻ 1 എന്ന് പേര് കൊടുത്തു. ഇക്വേഷൻ 1 എങ്ങനെ സോൾവ് ചെയ്യാം? ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം. CRT എന്ന് ഞാൻ എഴുതുന്ന എന്തുവാണ്? കോഷീസ് റെസിഡ്യൂ തിയറം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? റെസിഡ്യൂ കണ്ടുപിടിക്കണം. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് പോൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണെ ഇസെഡ് സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. രണ്ട് പേരുടെ മൾട്ടിപ്ലിക്കേഷനാണ് 0. അപ്പോൾ ഓരോരുത്തരെയും സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇസെഡ് സ്ക്വയറിനെയും സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇസെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 0നെ സോൾവ് ചെയ്യുമ്പോഴേക്ക് അവിടെ നിന്ന് എന്താ കിട്ടുക? ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓൺ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 4 into 2 8 8 into 2 16 the whole by 2a 2 into 2 4. എന്തുവായിരുന്നു ഫോർമുല? മൈനസ് ബി പ്ലസ് ഓൺ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടുത്തെ ബി എന്ന് പറയുന്ന 5 ആണ്, എ എന്ന് പറയുന്ന 2 ആണ്, സി എന്ന് പറയുന്ന 2 ആണ്. അപ്പോൾ ആ ഫോർമുലയെ കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓൺ മൈനസ് 25 മൈനസ് 16 എന്തുവാണ്? 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എന്താ? 3/4 അല്ലേ? മൈനസ് 5 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എന്താ വരണേ? മൈനസ് 2/4 വരുന്നുണ്ട്. മൈനസ് 2/4 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2. തീർന്നില്ല. മൈനസ് 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 8 ആണ്. സോ മൈനസ് 8/4 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മൈനസ് 2. അപ്പോൾ ഇവിടുന്ന് ഇസെഡിൻ്റെ വാല്യൂ നമുക്ക് മൈനസ് 1/2 എന്നും ഇസെഡ് ഈക്വൽ ടു മൈനസ് 2 എന്നും കിട്ടി. ഇവിടെ ഇസെഡ് എന്താ കിട്ടിയത്? 0. അപ്പോൾ ഇതിലാണ് നമ്മുടെ പോൾസ്. ഇസെഡ് ഈക്വൽ ടു 0 മൈനസ് 1/2 മൈനസ് 2. പോളിന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ പോരാ, പോളിൻ്റെ ഓർഡറും കൂടെ പറയണം അല്ലേ? അപ്പോൾ ഇസെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇസെഡ് സ്ക്വയറിൽ നിന്നാണ് കിട്ടിയ. ഇസെഡ് സ്ക്വയറിനെ നമുക്ക് ഇസെഡ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇസെഡ് ഈക്വൽ ടു 0 ഈസ് പോൾ ഓഫ് ഓർഡർ 2. പോൾ ഓഫ് ഓർഡർ 2 അല്ലേ? അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ പോൾ ഓഫ് ഓർഡർ എഴുതുമ്പോഴേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളേ. നമ്മുടെ ഒരു മാർക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അടുത്ത് ഇവിടെ എത്തുമ്പോഴാണ് ഒരു മാർക്ക്. ഇനി ഈ പോൾ ഫൈൻഡ് ചെയ്യുമ്പോഴാണ് അടുത്ത മാർക്ക്. ഇനി ഇസെഡ് ഈക്വൽ ടു മൈനസ് 1/2 ഇസെഡ് ഈക്വൽ ടു മൈനസ് 2 എന്ന് പറയുന്നത് സിമ്പിൾ പോളാണ്. കാരണം അവിടെ ആ ഫാക്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ അത് സിമ്പിൾ പോൾ. ഓക്കെ, അപ്പോൾ അതിനാണ് അടുത്ത മാർക്ക്, സിമ്പിൾ പോൾ. ഇസെഡ് ഈക്വൽ ടു മൈനസ് 2 ആൻഡ് ഇസെഡ് ഈക്വൽ ടു മൈനസ് 1/2 സിമ്പിൾ പോൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിനാണ് അടുത്ത മാർക്ക്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുവാണ്? ഈ പോൾ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കാം. അതിന് മുന്നേ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഡിനോമിനേറ്റർ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ അവിടെ വെച്ച് അതിന് എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2നെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2നെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് z ഈക്വൽ ടു മൈനസ് 1/2 z ഈക്വൽ ടു മൈനസ് 2 കിട്ടിയത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഫാക്ടറായിട്ട് എഴുതാം? z ഈക്വൽ ടു മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ z പ്ലസ് 1/2 ഇൻറ്റു z
പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. എൻ്റെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയതാണ്. ഈ z പ്ലസ് 1/2നെ 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ മാറും? 2z പ്ലസ് 1/2 ഇൻറ്റു z പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഈ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇവിടെ എപ്പുറത്തെ സൈഡ് 0 ആയതുകൊണ്ട് അതങ്ങ് പോകത്തില്ലേ. ബാക്കി എന്താ ഉള്ളത്? 2z പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം മാത്രം, കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും നമ്മൾ ഫാക്ടറൈസ്ഡ് ഫോമിൽ എഴുതാറ്. അപ്പോൾ ഫാക്ടറൈസ്ഡ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ഏത് പോളിനാണോ ഫൈൻഡ് ചെയ്യണത് ആ പോൾ താഴത്തെ അതേ ഫാക്ടറായിട്ട് ക്യാൻസലായി പോകും. അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ പോൾ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ഉടനെ നമ്മൾ ആ ഏത് ഇക്വേഷനെയാണോ സോൾവ് ചെയ്തേക്കുന്ന ആ ഇക്വേഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിനാണ്. നിർബന്ധമില്ല, അങ്ങനെ ആരും പറയണമില്ല അങ്ങനെ എഴുതണമെന്ന്. ശരിക്കും നമുക്ക് ഫ്രാക്ഷൻ വന്നാൽ എന്തുവാ, നമുക്ക് വേറെ ഫോമുലയുണ്ട്. ഫ്രണ്ടിൽ ആ ഫ്രാക്ഷൻ്റെ ഓർഡറോടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് പകരമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഓക്കെ, നോക്കിയാൽ നമ്മളപ്പോൾ അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചു. ഇനിയാണ് ഈ പോളെല്ലാം കർവിനകത്താണോ പുറത്താണോ നോക്കുന്നത് അല്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം z = 0, 1നെക്കാളും ചെറുതാണ്, അകത്താണ്. z = -1/2 അകത്താണ്. z = -2 പുറത്താണ്. ഇത് നമുക്ക് റിയൽ വാല്യൂസ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അറ്റ് z is equal to 0. z = 0 എന്ന് പറയുമ്പോൾ മോഡ് z എന്ന് പറയുന്ന മോഡുലസ് ഓഫ് 0. മോഡുലസ് ഓഫ് 0 0 ആണ്, ലെസ് ദാൻ 1. therefore z = 0 ലൈസ് ഇൻസൈഡ് C, തന്നിട്ടുള്ള കർവിനകത്താണ്. നമ്മൾ അസ്യൂം ചെയ്ത കർവിനകത്ത്. അടുത്ത പോയിന്റ്, അറ്റ് z is equal to -1/2. മോഡ് z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് -1/2 എന്ന് വരും. ദറ്റ് ഈസ് √1/4 ആണ്. √1/4 1/2 തന്നെയാണ്. അത് ലെയർ 1നെക്കാളും ചെറുതാണ്. റേഡിയസ് 1 ആണ്, അതിനേക്കാളും ചെറുതായത് കാരണം കർവിനകത്താണ്. z = -1/2 ലൈസ് ഇൻസൈഡ് C, തന്നിട്ടുള്ള കർവിനകത്താന്ന് പറഞ്ഞ് എഴുതി. അടുത്ത് നോക്കിക്കേ, അറ്റ് z is equal to -2 എടുക്കുകയാണ്. അപ്പോൾ മോഡ് z is equal to മോഡുലസ് ഓഫ് -2. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ √4 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. റേഡിയസിനേക്കാളും വലിയ വാല്യൂ ആണ്. അങ്ങനെ വലിയ വാല്യൂ വരുമ്പോൾ എന്താ നമ്മൾ പറയാം? z = -2 ലൈസ് ഔട്ട്സൈഡ് C. ഇങ്ങനെ ചെക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചെറിയ മോഡ് z എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. റേഡിയസ് 1 ഉള്ള സർക്കിൾ. അപ്പോൾ ആ സർക്കിളിനകത്തുള്ള പോയിന്റാണ് 0 - 1/2, പുറത്തുള്ള പോയിന്റാണ് -2. അതാണ് ഈ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പം ആരൊക്കെയാണ് ഇവിടെ ഇൻസൈഡ് പോയിന്റിലുള്ളത്? ഇൻസൈഡുള്ള ആൾക്കാർ ആരൊക്കെയാണ്? z = 0 ലൈസ് ഇൻസൈഡ് ആൻഡ് z is equal to -1/2 ലൈസ് ഇൻസൈഡ്. z is equal to 0 അകത്താണ്, z equal to -1/2 അകത്താണ്. അപ്പോൾ ഇവർ രണ്ടുപേരിൽ മാത്രം നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? പോൾ ഫൈൻഡ് ചെയ്താൽ മതി. റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഏതിനകത്ത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട? ഔട്ട്സൈഡുള്ള ആൾ. അതായത് z = -2 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇത് എന്തുവാ, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണേ. z = 0 എന്ത് പോളെന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? z = 0 പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പോൾ പോൾ ഓഫ് ഓർഡർ n വന്നാൽ, പോൾ ഓഫ് ഓർഡർ n വരുമ്പോൾ ഉള്ള ഫോമുല ഓർമ്മയുണ്ടോ? പോൾ ഓഫ് ഓർഡർ n വരുമ്പോൾ ഉള്ള ഫോമുല എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഓഫ് f of z at z is equal to a is equal to 1/n-1 factorial into limit z tends to a d raised to n-1 by dz raised to n-1 into z minus a the whole power n into f of z. ഇതാണ് എന്ത്? പോൾ ഓഫ് ഓർഡർ n വരുമ്പോൾ ഉള്ള നമ്മുടെ ഫോമുല. നമ്മൾ എപ്പോഴും എഴുതി വയ്ക്കുന്ന ഫോമുലയാണ് ഞാനിവിടെ ഒരു പ്രാവശ്യം കൂടി എഴുതി. ഇനി ഈ ഫോമുല നമുക്ക് n എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് z = 0 പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പോൾ n = ഇവിടെ 2 ആണ്. അപ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാം. റെസിഡ്യൂ ഓഫ് f of z at z is equal to 0 is equal to 1/2 - 1 factorial. That is 1/1 factorial limit z tends to 0 d raised to 2 - 1, that is d by dz of z minus 0 the whole power n. അതായത് എന്താണ്? z minus 0 the whole power എന്ന് പറഞ്ഞാൽ z പവർ n. n എന്ന് പറഞ്ഞാൽ ഇവിടെ 2. സോ z² ഇൻറ്റു f of z. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ f of z എന്താണെന്ന് നോക്കിക്കേ. z raised to 4 + 1 by z² ഇൻറ്റു 2z² + 5z + 2. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. z raised to 4 + 1 by z² ഇൻറ്റു എന്താ എഴുതാൻ പോകുന്നത്? 2z² + 5z + 2. ഇപ്പോൾ ആലോചിക്കുക, അതിനെ ഫാക്ടറൈസ് ചെയ്തല്ലോ. ഫാക്ടറൈസ് ചെയ്ത ഫോം എഴുതിയാൽ മതിയെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഫാക്ടറൈസ് ചെയ്ത ഫോം എന്തുവാണ്? നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2z + 1 ഇൻറ്റു 2z + 1 ഇൻറ്റു z + 2. ഓക്കെ, ഫാക്ടറൈസ് ചെയ്ത ഫോം എഴുതി വെച്ചു. ഇവിടുത്തെ z² z² ക്യാൻസലായിപ്പോയി. ഓക്കെ, നമുക്ക് ലിമിറ്റ് z → 0 കൊടുക്കുന്നതിന് മുമ്പ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ്
z tends to 0, d by dz of z raised to 4 plus 1 by ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും ഈ മുകളിലത്തെ ആളിനല്ലേ കിട്ടുക 2z² പ്ലസ് 5z പ്ലസ് 2 എന്ന് എഴുതി. കാരണം എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഡിനോമിനേറ്റർ ഇങ്ങനെ നിന്നാലേ എളുപ്പമാവും. അതുകൊണ്ടാണ് ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z tends to 0 d by dz ചെയ്യുവാണേ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഉള്ളത് കാരണം എന്ത് റൂൾ യൂസ് ചെയ്യണം? കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. കോഷ്യൻ റൂൾ എങ്ങനെയായിരിക്കുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2z² പ്ലസ് 5z പ്ലസ് 2. 2z² പ്ലസ് 5z പ്ലസ് 2. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ z raised to 4 plus 1 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ z raised to 4 ഡെറിവേറ്റീവ് 4z³ മൈനസ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു z raised to 4 plus 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2z² ഡെറിവേറ്റീവ് 4z, കാരണം z² ഡെറിവേറ്റീവ് 2z ഇൻറ്റു 2 ആണ് 4z, പ്ലസ് 5z ഡെറിവേറ്റീവ് 5 ദ ഹോൾ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ദറ്റ് ഈസ് 2z² plus 5z plus 2 the whole square. ഇപ്പോൾ കോഷ്യൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയേണ്ട. ഇസെറ്റിന് അങ്ങ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇസെറ്റിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഫംഗ്ഷൻ ഇൻറ്റു 4z എന്ന് കിടപ്പുണ്ട്. അതായത് ഇസെറ്റിന് 0 വരുമ്പോൾ ടേം മൊത്തത്തിൽ എന്തായി പോവാണ്? 0 ആയി പോവാണ്. അടുത്ത ഈ ടേമിലാണെങ്കിൽ ഇസെറ്റ് 0 ആകുമ്പോൾ ഈ രണ്ട് ടേം 0 ആയി പോകും. ബാക്കി 1 × 5 5, ഫ്രണ്ടിലൊരു മൈനസ് സൈൻ ഉണ്ട്, സോ -5 ബൈ ഡിനോമിനേറ്ററിൽ നോക്കിക്കേ, ആദ്യത്തെ രണ്ട് ടേം 0 ആയി പോകും. അടുത്ത 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഇവിടെ ഇസെറ്റിന് 0 കൊടുക്കുമ്പോൾ നമ്മുടെ റെസിഡ്യൂ എന്താ കിട്ടുന്നത്? റെസിഡ്യൂ ഓഫ് f of z at z is equal to 0 is equal to -5/4 എന്ന് ആൻസർ കിട്ടി. തീർന്നോ? ആ ഒരു പോയിന്റിൽ മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതിയോ? പോരാ, നമുക്ക് ആ ഒരു പോയിന്റിൽ മാത്രം റെസിഡ്യൂ പോരാ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? z is equal to 1/2 ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അടുത്ത റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട z equal to -1/2 ആണേ. ആ -1/2 എന്ന് പറഞ്ഞാൽ എന്ത് പോളായിരുന്നു? സിമ്പിൾ പോളായിരുന്നു. അപ്പോൾ സിമ്പിൾ പോളിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല അറിയാമല്ലോ. എങ്ങനെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണേ? റെസിഡ്യൂ ഓഫ് f of z at z is equal to a. z equal to a എന്ന് പറയുന്ന സിമ്പിൾ പോൾ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ലിമിറ്റ് z tends to a z മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് z. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്തുവാണ്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z is equal to -1/2. z equal to -1/2 ഫൈൻഡ് ചെയ്യണേ. ഈ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലിമിറ്റ് z tends to -1/2 z മൈനസ് ഓഫ് -1/2 ദറ്റ് ഈസ് z പ്ലസ് 1/2 ഇൻറ്റു എഫ് ഓഫ് z. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് z എന്തുവായിരുന്നു? z raised to 4 plus 1 ബൈ z² ഇൻറ്റു ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 2z plus 1 ഇൻറ്റു z plus 2. ഓക്കെ, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചരിഞ്ഞു പോയിട്ടുണ്ടേ. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്, ഇവിടുന്ന് എന്ത് ചെയ്യണം? z tends to -1/2. ഈ z പ്ലസ് 1/2നെ ഞാൻ 2z പ്ലസ് 1/2 എന്ന് എഴുതി. ഇൻറ്റു z raised to 4 plus 1 ബൈ z² ഇൻറ്റു 2z പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2 എന്ന് എഴുതി. 2z പ്ലസ് 1 2z പ്ലസ് 1 ക്യാൻസലായി പോയി. ആ 1/2 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി z-ൻ്റെ സ്ഥാനത്ത് -1/2 കൊടുക്കുമ്പോൾ -1/2 the whole raised to 4 plus 1 the whole by -1/2 the whole square into bracketനകത്ത് -1/2 plus 2. Okay, that is equal to, this is equal to, നമുക്ക് കിട്ടുന്ന ആൻസർ this is equal to 1/2 into, ഇതിൽ നിന്ന് സിംപ്ലിഫൈ ആണ്, -1/2 raised to 4 എന്ന് പറഞ്ഞാൽ 1/16 plus 1 the whole by -1/2 square എന്ന് പറയുമ്പം 1/4 into, ഇവിടെ LCM എടുക്കുമ്പോൾ 4 - 1 3/2 എന്നാണ് വരുന്നത്. ഓക്കെ, that is equal to 1/2 into 16 plus 1 17/16 the whole by 3/8 എന്ന് വരുന്നുണ്ട്. 8ഉം 16ഉം കൂടെ പോകുമ്പോഴേക്കും ഇവിടെ 2 ആണ് വരുന്നത്. സോ this is equal to
17/1/2 ഇൻറ്റു 17/6 എന്ന് പറയുന്നത്. ഈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/3 വരും. 3 × 2 ആണ് 6. 17/6 ഓർ ദിസ് ഇസ് ഈക്വൽ ടു 17/12 എന്ന ആൻസർ വരുന്നുണ്ട്. ഓക്കെ, therefore integral over c f of z dz is equal to നമ്മളെന്താ ഫോർമുല കോഷീസ് റെസിഡ്യൂ തിയറം അനുസരിച്ച് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി. തന്നിട്ടുള്ള കർവിനകത്തുള്ള റെസിഡ്യൂവിന് മാത്രം സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു നമ്മുടെ ആദ്യത്തെ ആൻസർ -5/4 ഇപ്പോൾ കിട്ടിയത് 17/12 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു ഇവിടെ എൽ സി എടുക്കുമ്പം 12 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. 4 × 3 15 -15. ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 ഉള്ളൂ. 12 / 4 3 ഇൻറ്റു -5 ആണ്. -15 എല്ലാവർക്കും എൽ സി എടുക്കാൻ അറിയാമെന്നുള്ള ഇതിലാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. -15 + 17 എന്ന് പറയുമ്പോൾ എന്താ വരണേ? -15 + 17 എന്ന് പറയുമ്പം 2πi ഇൻറ്റു 2/12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 2/12 എന്ന് പറയുമ്പോൾ 2ഉം 12ഉം ക്യാൻസലാവും പോവും. ഇവിടെ എന്താ വരിക? 6 വരും. 2ഉം 6ഉം ക്യാൻസലാവുമ്പോൾ ഇവിടെ 3 വരും. സോ ദിസ് ഈക്വൽ ടു πi/3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. നിങ്ങൾക്ക് ഇക്വേഷൻ 1 ഓർമ്മയുണ്ട്. ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to 2π cos 2θ by 5 + 4 cos θ dθ is equal to, നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതിയിരുന്നത്? 1/2i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഇസഡ്. 1/2i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് ഇപ്പോൾ ഈ കിട്ടിയ ആൻസർ. ദറ്റ് ഇസ് ഈക്വൽ ടു 1/2i ഇൻറ്റു ആ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? πi/3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. i അങ്ങ് ക്യാൻസലായി പോയി. സോ ദിസ് ഇസ് ഈക്വൽ ടു π/6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തന്നത്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചത് തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അപ്പം വേറെ രീതിയിലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ വീഡിയോയിൽ ഇനിയൊരു ക്വസ്റ്റ്യനും കൂടെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2π dθ by 2 + cos θ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2π dθ by 2 + cos θ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ക്വസ്റ്റ്യന് തന്നെ 2 എന്നുള്ളതിന് പകരം ഇവിടെ √2 ഇട്ടിട്ടും സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തുവാ ഇത്? ഇൻ്റഗ്രൽ 0 to 2π ആണ്. ഇൻ്റഗ്രലിനകത്ത് cos θ ഉണ്ട്. ടൈപ്പ് 1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ടൈപ്പ് 1 ആണെന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നത്? ലെറ്റ് സി ബി mod z equal to 1 എന്ന് എഴുതി. അടുത്ത് എന്താ എഴുതാറ്? z is equal to e⁻iθ. പിന്നെ ഇനി എന്താ ഈ ക്വസ്റ്റ്യനിൽ dθ ഉള്ളതിന് dθ എന്ന് പറഞ്ഞാൽ എന്താണ്? dz/iz. ഇനി ക്വസ്റ്റ്യനിലുള്ളത് cos θ ആണ്. അപ്പോൾ cos θയ്ക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? 1/2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് z + 1/z. ഓർ അതിൻ്റെ അവിടെ എൽ സി എടുക്കുമ്പോൾ 1/2 ഇൻറ്റു z സ്ക്വയർ + 1/z എന്ന് എഴുതാം. ഓക്കെ, നമുക്കിനി അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഇൻ്റഗ്രലിനകത്ത് കൊടുക്കുമ്പം ഇൻ്റഗ്രൽ എങ്ങനെയായി മാറും? ഇൻ്റഗ്രൽ 0 to 2π dθ by 2 + cos θ is equal to integral over c dθ എന്നുള്ള സ്ഥാനത്ത് dz/iz the whole by 2 + cos θയുടെ സ്ഥാനത്ത് 1/2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് z സ്ക്വയർ + 1/z. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ 2z ഇങ്ങോട്ടേക്ക് എൽ സി എടുക്കുമ്പം ഇൻ്റഗ്രൽ ഓവർ സി dz/iz the whole by 2 × 2z എന്ന് പറയുമ്പോൾ 4z plus z സ്ക്വയർ + 1 the whole by 2z. ഇവിടെ 2z ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നു. അതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവിടെ 4z വന്നത്. 2 × 2z 4z പ്ലസ് ഇനി ഇവിടെ 1 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് നിങ്ങൾ എഴുതിയാൽ പോരെ. z സ്ക്വയർ + 1 ഡിനോമിനേറ്ററിലുള്ള 2z. ഇപ്പോൾ നോക്കിക്കേ, ഇസഡും ക്യാൻസലായി പോയി. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തുവാ വരണേ? ദിസ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരിക? 2/i. ആ 2/i ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ വരുമ്പം എനിക്കൊന്നുകൂടെ എഴുതി കാണിക്കാം. ഇൻ്റഗ്രൽ ഓവർ സി ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത് dz/i ഇൻറ്റു ഇവിടുത്തെ റെസിപ്രോക്കൽ 2/z സ്ക്വയർ + 4z + 1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആ 2/i കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഓവർ സി dz/z സ്ക്വയർ + 4z + 1.
ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2/i ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം. Equation 1 can be solved using Cauchy's residue theorem. Okay, Cauchy's residue theorem solve ചെയ്യാനായിട്ട് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് പോൾ വേണം. പോൾ എവിടെ നിന്നാണ് കിട്ടുക? ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. z² പ്ലസ് 4z പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. z² പ്ലസ് 4z പ്ലസ് 1 ഈക്വൽ ടു 0നെ സിംപ്ലിഫൈ ചെയ്യാൻ z ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ബൈ 2a. ഇവിടുത്തെ a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് 4 ആണ്, c എന്ന് പറയുന്ന 1. ആ ഫോമിലേക്ക് കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 12 ആണ്. റൂട്ട് 12 എന്തുവാണ്? റൂട്ട് 12 എന്ന് പറയുന്നത് 2√3 ആണ്. റൂട്ട് 12 ഇസ് ഈക്വൽ ടു 2√3. അതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞിടാത്തവർക്ക് റൂട്ട് 12നെ 2 times 6 ആണ്, വീണ്ടും 2 പോകുമ്പം 3. അപ്പോൾ ഈ രണ്ടെണ്ണം ഉള്ളതിൽ ഒരാളാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്ക്വയർ റൂട്ട് അല്ലേ, സോ രണ്ട് പേരിൽ ഒരാൾ 2, 3 ഒരെണ്ണേ ഉള്ളൂ, സോ അതുകൊണ്ടാണ് അവിടെ റൂട്ട് 3 ഇട്ടേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 3/2. ഇനി നോക്കിക്കേ, ഈ 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പം മൈനസ് 4/2 ആണ്, -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് റൂട്ട് 3 എന്നും കിട്ടി, അതുപോലെ -2 മൈനസ് റൂട്ട് 3 എന്നും കിട്ടി. എന്ത് പോളാണിത്? സിമ്പിൾ പോളാണ്. കാരണം നമുക്ക് അവിടെ ഒരൊറ്റ ഫാക്ടറി ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫാക്ടറിന് പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫാക്ടറിന് പവർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ കിട്ടിയപ്പോൾ ഫ്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇസഡ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇതാണ് നിങ്ങളുടെ 2 റൂട്ട് എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇതാണ് നിങ്ങൾക്ക് സിമ്പിൾ പോളാണ്. ഇനി നമ്മുടെ മെയിൻ കാര്യം എന്തുവാ? ഈ 2 പോയിന്റും കർവിനകത്താണോ പുറത്താണോ എന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് റൂട്ട് 3. ഓക്കെ, നമ്മൾ മോഡ് സെറ്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -2 പ്ലസ് റൂട്ട് 3. ഈ -2 പ്ലസ് റൂട്ട് 3നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? സ്ക്വയർ ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട. ഈ -2 പ്ലസ് റൂട്ട് 3 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക. അപ്പോൾ -2 പ്ലസ് 1 പോയിൻറ്റ് സംതിങ് വരും. 1 പോയിൻറ്റ് സംതിങ് വരുമ്പം 2 പോയിൻറ്റ് സംതിങ് എന്നായിരിക്കും. 2 പോയിൻ്റ് അല്ല, സോറി 3 പോയിൻറ്റ് സംതിങ് എന്നാണ് വരിക. അതിനെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്താലും എന്ത് തന്നെയാണ്? 3 പോയിൻറ്റ് സംതിങ് എന്നേ വരുള്ളൂ. തീർച്ചയായിട്ടും ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഞാനത് ചെയ്ത് നോക്കിയില്ല, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ -2 പ്ലസ് റൂട്ട് 3യുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. ആ കിട്ടുന്ന വാല്യൂ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഉറപ്പാണ്. സോ ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് റൂട്ട് 3 ലൈസ് ഔട്ട്സൈഡ് സി തന്നിട്ടുള്ള കർവിൻ്റെ -2 പ്ലസ് റൂട്ട് 3 അല്ലേ. അപ്പോൾ -2 പ്ലസ് 1 പോയിൻറ്റ് സംതിങ് എന്നാണ് പറയുന്നത്. -2 പ്ലസ് 1 പോയിൻറ്റ് സംതിങ് എന്ന് പറയുമ്പോൾ എന്താ? -2ൽ നിന്ന് 1 പോയിൻറ്റ് സംതിങ് കുറയ്ക്കുമ്പോൾ പോയിൻറ്റ് സംതിങ് എന്നാണ് പറയുന്നത്. ആ പോയിൻറ്റ് സംതിങ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, therefore z is equal to -2 plus root 3 lies inside C തന്നിട്ടുള്ള കർവിന് അകത്താണ്. കാൽക്കുലേറ്ററിൽ ചെയ്തത്, ഇതിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളിത് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, നിങ്ങൾക്ക് പോയിൻറ്റ് സംതിങ് ആയിരിക്കും എൻ്റെ ആൻസർ കിട്ടുന്നത്. അത് ലെസ് ദാൻ 1 ആണ്. therefore lies inside C. അടുത്ത വാല്യൂ എന്തായിരുന്നു? z is equal to -2 മൈനസ് റൂട്ട് 3 എന്നാണ് വരുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -2 മൈനസ് റൂട്ട് 3. ഇവിടെയാണ് -2ഉം -1.49 എന്ന് വരുമ്പോൾ -3 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അതെന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore ഇസഡ് ഈക്വൽ ടു -2 മൈനസ് റൂട്ട് 3 ലൈസ് ഔട്ട്സൈഡ് സി തന്നിട്ടുള്ള കർവിന് പുറത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ മാത്രം എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ആ ഒരു പോയിന്റിൽ മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ സിമ്പിൾ പോളുമാണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ. സിമ്പിൾ പോളാണെങ്കിൽ ഫോമുല എന്തുവാണ്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്തുവാണ്? -2 പ്ലസ് റൂട്ട് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z tends to -2 plus root 3 z മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് -2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ന്യൂമറേറ്റർ 1 ആയിരുന്നു. 1/z² പ്ലസ് 4z പ്ലസ് 1 ആണ്. അപ്പോൾ 1/z മൈനസ് ഓഫ് -2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു അടുത്ത z മൈനസ് ഓഫ് -2 മൈനസ് റൂട്ട് 3. ഓക്കെ, അപ്പം z മൈനസ് ഓഫ് -2 പ്ലസ് റൂട്ട് 3 എന്നുള്ള ഫാക്ടറും ഈ ഫാക്ടറും അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. അടുത്തിന് ഇസഡിൻ്റെ സ്ഥാനത്ത് ഈ -2 പ്ലസ് റൂട്ട് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/-2 പ്ലസ് റൂട്ട് 3യും ഈ മൈനസ് അകത്തേക്ക് പോകുമ്പം അത് +2
പ്ലസ് √3 എന്നാണ് വരുന്നത്. സോ -2 + 2 ക്യാൻസലായി. സോ ആൻസർ 1/2 √3 എന്ന് വരും. ചില ടെസ്റ്റിലെ ഈ ഇങ്ങനെ വലിയ ടേംസ് ഒക്കെ വരുമ്പോൾ -2 + √3 -2 - √3 എന്ന് വരുമ്പോൾ ഇതിന് ആൽഫ എന്നും ബീറ്റ എന്ന് എടുത്തിട്ട് ഒരാൾ ഔട്ട് സൈഡാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ Z = ആൽഫ എന്നേ എഴുതത്തുള്ളൂ. ലിമിറ്റ് Z → α, Z - α × 1/Z - α × Z - ബീറ്റ. Z - ആൽഫ ക്യാൻസലായി പോയി. ബാക്കി 1/Z - ബീറ്റ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ഇസഡിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതും ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതും ഒന്നുപോലെ തന്നെയാണ്. അപ്പം വെറുതെ ഇനി ഒരു ആൽഫ ബീറ്റയുടെ കൺഫ്യൂഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ടെസ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ പറയാതെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് എന്ത് കിട്ടി? റെസിഡ്യൂ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് (C f(z) dz) = 2πi × sum of residue inside C തന്നിട്ടുള്ള കർവിനകത്ത്. ഓക്കെ, ഇൻസൈഡ് C that is equal to 2πi × ആകെ ഒരേ ഒരു റെസിഡ്യൂ ഉള്ളൂ. അതെന്താണ്? 1/2 √3 ആണ്. ഈ 2ഉം 2ഉം ക്യാൻസലായി പോകുമ്പം πi/√3. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഇൻ്റഗ്രൽ 0 to 2π dθ/2 + cos θ is equal to 2 + cos θ is equal to 2πi × (C f(z) dz) എന്നാണ് നിങ്ങൾ ഇക്വേഷൻ 1 എഴുതിയിരിക്കുന്നത്. (C f(z) dz) നമുക്കിപ്പോൾ ആൻസർ കിട്ടി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/i × πi/√3. I ക്യാൻസലായി പോയി. സോ ലാസ്റ്റ് ആൻസർ 2π/√3 എന്ന് കിട്ടുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 2π/√3. ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സപ്ലി എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. അപ്പം ഇതേ സെയിം ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ 2ന് പകരം √2 വരും. √2 വരുമ്പോൾ വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു √2 കിടക്കുന്നേ ഉള്ളൂ. അപ്പം 2 × √2z എന്നാണ് വരിക. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇവിടെ വാല്യൂ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. √2 cos θ എന്നുള്ള ഫോമിൽ ഒരു പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഫോമിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചെയ്തു. ഇതല്ല, ഇതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് തന്നാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെസ്റ്റ് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കി നോക്ക്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഒത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളെ പോർഷൻ തീരുന്നതനുസരിച്ച് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് തരാം. ഓക്കെ, അങ്ങനെ കൂടുതൽ പ്രോബ്ലംസ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാനിതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എല്ലാ പോർഷനും തീരുമ്പോൾ ആദ്യം ഈ ടോപ്പിക്ക് തന്നെ എടുക്കാൻ നിൽക്കാം. ഓക്കെ.